ഭരിക്കുന്ന കാലം, അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞാല് ഞങ്ങൾക്ക് അധികാരം തരും, ഇപ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ പാർട്ടി ഭരിക്കുന്ന കാലത്ത് നമ്മുടെ രാജ്യത്ത് പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് ബോണ്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായി. കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ജനിക്കുന്ന ഓരോ കുട്ടിയുടെയും തലയിൽ ഇവർ കെട്ടിവെച്ചുകൊണ്ടിരുന്നത്. പറയുമ്പോൾ കോൺഗ്രസ്സുകാർ എല്ലാം വില കുറച്ച് നൽകി, സബ്സിഡി നൽകി, എല്ലാം അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയും. വോട്ടും മേടിച്ചു അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇവർ നമ്മുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഭാരം. പലിശ സഹിതം ഇപ്പോഴത്തെ മോദി ഗവൺമെന്റ് അത് തിരിച്ചടച്ചിരിക്കണം. 1-2 അല്ല, 3.2 ലക്ഷം കോടി രൂപ. ഈ ബോണ്ടിനെ പറ്റി പറയാൻ നേരത്തെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് ഇലക്ഷൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്തായാലും KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. കേൾക്കുമ്പോൾ എന്ത് രസമല്ലേ, സൗജന്യ യാത്ര, സ്ത്രീകളൊക്കെ പോയി വോട്ട് ചെയ്യുമല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ 15 രൂപയുടെ ഒരു ടിക്കറ്റിന് വേണ്ടി നമ്മൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ KSRTC അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഡ്രൈവർമാർക്ക് ഓണത്തിന് പോലും സാലറി കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയാണ്. KSRTC പോലൊരു സംവിധാനം നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. ഈ ഫ്രീ സർവീസ് നൽകി കഴിഞ്ഞാൽ എങ്ങനെ KSRTC മുമ്പോട്ട് പോകും? എങ്ങനെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സ്, നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ റെയിൽവേക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അടയ്ക്കുന്ന ടാക്സ് എടുത്തിട്ട് ഇവർ KSRTCയിലേക്ക് ഇടും. അങ്ങനെ ഇത് ഓടിക്കും. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ഇവർ പൂട്ടിക്കും. ഇതേ പരിപാടിയാണ് കോൺഗ്രസ്സുകാർ ഓയിൽ ബോണ്ടിന്റെ പേരിൽ ഈ രാജ്യത്ത് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവർ നമ്മളെ ഭരിക്കുകയല്ല ചെയ്തത്, ഇവർ നമ്മളെ ദ്രോഹിക്കുകയാണ് ചെയ്തത്.